ഇന്നത്തെ ദൈവവചന ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ചില ദിവസങ്ങൾക്ക് പുറകിൽ ഞാൻ ഈ പ്രെയർ ലൈനിൽ സംസാരിച്ചതിന്റെ ഒരു തുടർച്ച എന്ന വണ്ണം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ തന്റെ വചനത്താൽ ശുദ്ധീകരിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്ന് സംസാരിച്ചത് ഒരുപക്ഷെങ്കിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. അന്ന് ഞാൻ എടുത്തിരുന്ന ആമോസിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം. ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. ദ ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 5 വേഴ്സസ് 18 to 6 വേഴ്സസ് 14. ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം 18 മുതൽ 6-ാം അധ്യായത്തിന്റെ 14 വരെയുള്ള ഭാഗങ്ങളാണ് അന്ന് ഞാൻ എടുത്തതെങ്കിലും അന്ന് ഞാൻ പ്രധാനമായിട്ട് 5-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിച്ചത്. 5-ാം അധ്യായത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഫോൾസ് സ്പിരിച്വാലിറ്റിയെ പറ്റി അന്ന് ഞാൻ സംസാരിച്ചിരുന്നു. ഇന്ന് 5ഉം 6ഉം അധ്യായങ്ങളുടെ ചേർത്ത് ഒരു ദൈവവചന ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുക. പ്രധാനമായിട്ട് ഇന്ന് സംസാരിക്കുന്ന ഈ സന്ദേശത്തിന്റെ ഒരു തലക്കെട്ടായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു പ്രേരണ നൽകിയത് ഇങ്ങനെയാണ്: 2 obstacles to God's word. ദൈവ വചനത്തിനോടുള്ള 2 തടസ്സങ്ങൾ. ഈ 2 തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവവചനത്തെ ആർക്കും തടയാൻ പറ്റത്തില്ല. വചനം ശക്തിയുള്ളതാണ്. വചനം അതിന്റെ പ്രവൃത്തികൾ ചെയ്യും. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കർത്താവിന്റെ വചനം പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കാം. There can be certain things in our life that can be an obstacle to God's word. ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സാധാരണ ഒരു തടസ്സമല്ല. ദീസ് ആർ ഡേഞ്ചറസ് ഒബ്സ്റ്റക്കിൾ. ഡേഞ്ചറസ് എന്ന് പറയാൻ കാരണം ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ്. മനസ്സിലാക്കാൻ മാത്രമല്ല, അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പാടുള്ള 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ പ്രധാനമായിട്ട് ചിന്തിച്ച 5-ാം അധ്യായത്തിലെ ആ ഭാഗം ഞാൻ അതിന്റെ ആ ഒരു സമ്മറി മാത്രം പറഞ്ഞിട്ട് ഇന്ന് 6-ാം അധ്യായത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ 5-ന്റെ 18ഉം 6-ാം അധ്യായത്തിലും കാണുന്ന കാര്യം, പ്രവാചകനായിരിക്കുന്ന ആമോസ് യഹൂദയിൽ ചെന്ന് ഇസ്രായേലിൽ ചെന്ന് ദൈവത്തിന്റെ ആലോചന അറിയിച്ചു. 1 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ പ്രവാചകന്റെ പ്രവചന ശബ്ദങ്ങൾ കാണുകയാണ്. 5-ാം അധ്യായം വരെ, പ്രത്യേകിച്ച് ഈ 3, 4, 5 അധ്യായങ്ങളുടെ പ്രാരംഭവാക്യം അന്ന് നമ്മൾ വായിച്ചതാണ്, ഇപ്പോൾ വായിക്കുന്നില്ല. ആ 3 അധ്യായങ്ങളുടെയും സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്: ഹിയർ ദിസ് വേർഡ്. ഇസ്രായേൽ മക്കളെ, അവിടുത്തെ സഹോദരിമാരെയൊക്കെ പ്രത്യേക 4-ാം അധ്യായത്തിൽ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സന്ദേശം ഒന്ന് കേൾക്ക് എന്ന് പ്രവാചകൻ അവരെ വിളിച്ച് ദൈവാലോചന അറിയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 5-ന്റെ 18 മുതൽ ഈ കേട്ട ദൈവവചനത്തോടുള്ള അവരുടെ പ്രതികരണത്തെ പ്രവാചകൻ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. പ്രവാചകനോട് അല്ലെങ്കിൽ പ്രവാചകനിലൂടെ ദൈവം അറിയിച്ച ആലോചനയോടുള്ള ജനത്തിന്റെ പ്രതികരണം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്തത്. എന്ത് പറയുന്നത് ജനത്തിന്റെ പ്രതികരണം എന്നറിയാം. ഞാൻ ആ സമ്മറി മാത്രമാണ് പറഞ്ഞത്. പ്രവാചകൻ ശക്തമായി ദൂത് പറഞ്ഞു. ആമോസിന്റെ പ്രവചന പുസ്തകത്തിന്റെ സമ്മറി ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ന്യായവിധിയുടെ സന്ദേശമാണ്. പ്രവാചകൻ ശക്തമായി ന്യായവിധി വരുമെന്നുള്ള സന്ദേശമാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന് തീർത്ത് ദൂത് പറയാണ്. ഈ ദൂത് കേട്ടപ്പോൾ ജനത്തിന്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പ്രതികരണം, ദേ ആർ നോട്ട് ചലഞ്ച്ഡ്. അവർക്ക് സ്വല്പം പോലും ഇളക്കം തട്ടിയിട്ടില്ല. അവർക്ക് സ്വല്പം പോലും അസ്വസ്ഥത തോന്നിയിട്ടില്ല. 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്ന അവര് സ്വൈര്യമായിരിക്കാം. ദേ ആർ കംഫർട്ടബിൾ. അവര് സുഖമായിട്ട് ന്യായവിധിയുടെ ദൂത് കേൾക്കുന്ന ജനമാണ്. രണ്ടാമതായിട്ട് അവരുടെ ഒരു പ്രതികരണം നമ്മൾ അന്ന് ശ്രദ്ധിച്ചത് ഇങ്ങനെയാണ്: when God's word exposed their sins, they did not care. ദൈവാലോചന പ്രവാചകനിലൂടെ അവരുടെ പാപത്തെ വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് ഒട്ടും വ്യസനം തോന്നിയില്ല. They didn't care for God's word being exposed. ചിലപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവവചനത്തിൽ കൂടെ നമ്മളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു പാപം ക്രമീകരിക്കേണ്ട ഒരു ഭാഗത്തെ പറ്റി ഇടപെട്ടാൽ നമ്മുടെ മനസ്സിൽ ഉടനെ വരുന്ന മനോഭാവം എന്താ? അത് എനിക്കല്ല, ഇന്നാർക്കാണ്. അല്ലെങ്കിൽ പുള്ളിയോടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ അവൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ അവൾ ഉണ്ടായിരുന്നെങ്കിൽ, അത് അവർക്ക് കറക്റ്റ് ആയിരുന്നു, അത് അവിടെ പറഞ്ഞായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു, അത് ഇവിടെ കേട്ടായിരുന്നെങ്കിൽ. അങ്ങനെ നമ്മൾ ഇതിനെ മാറ്റുന്ന ഒരു മനോഭാവം കടന്നു വരാൻ സാധ്യത. ഇതിന്റെയൊക്കെ ഒരു മൂല കാരണം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നതാണ്: ദ റീസൺ ഫോർ ദിസ് ഈസ്
പ്രൈഡ്, അഹങ്കാരം ആ ജനത്തിനുണ്ടായിരുന്നു. അവരുടെ അഹങ്കാരത്തെ ഞാൻ വെറുക്കുന്നു. ഐ ഹേറ്റ് ദ പ്രൈഡ് ഓഫ് ജേക്കബ്. ജേക്കബിന് പ്രൈഡ് ഉണ്ട്. പ്രൈഡ് കൂടിക്കഴിഞ്ഞാൽ ദൈവജനത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈ 5ഉം 6ഉം അധ്യായങ്ങൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ശക്തമായ ദൂത് കേൾക്കുമ്പോഴും ഇളക്കം തട്ടാതെ, സ്വല്പം പോലും ഇതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാതെ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ അവർക്ക് ധൈര്യം എങ്ങനെ ഉണ്ടായി? ഈ 5ആം അധ്യായത്തിന്റെ തന്നെ ഒരു ആദ്യത്തെ ഭാഗങ്ങളുണ്ടല്ലോ, 5ആം അധ്യായം നിങ്ങൾ പിന്നീട് സമയം ഉണ്ടെങ്കിൽ വായിക്കണം. 1 മുതൽ ഈ 17 വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ ലാമെന്റ്. ഇതൊരു വിലാപ ഗാനമാണ്. വിലാപ ഗാനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, അവൾ ഇനി എഴുന്നേൽക്കത്തില്ല. അധ്യായം മുഴുവനായിട്ട് വായിച്ചാൽ പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ തെരുവിലെല്ലാം മരണം സംഭവിക്കും. മരണം സംഭവിക്കുക മാത്രമല്ല, മരണം സംഭവിച്ചിട്ട് ശവം അടക്കാൻ പോലും ആളില്ലാത്തതുപോലെ ശവങ്ങൾ തെരുവിൽ കിടക്കും. അവിടെ ഒരു ഭാഗം പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, ആ കാലഘട്ടത്തിലൊക്കെ വിലപിക്കാൻ ആൾക്കാരെ വിളിക്കുമായിരുന്നു, കരയാൻ വേണ്ടി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഈ വിലപിക്കുന്നവരെ പോലും ഷോർട്ടേജ് ആകും. മീനിങ് ഇപ്പൊ നമ്മുടെ ഒരു അർത്ഥത്തിൽ പറഞ്ഞ നാട്ടിലത്തേക്ക് രീതി അനുസരിച്ച് ഫ്യൂണറൽ ശുശ്രൂഷയ്ക്ക് കോയറുകാർ ആവശ്യമാണ്. കോയറുകാർക്ക് ചെന്ന് പാടാൻ പറ്റാത്ത പോലെ ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ വിളി, അപ്പുറത്ത് ചെന്ന് പാടുമ്പോൾ അടുത്തെല്ലാം പാട്ടും ഫ്യൂണറലിന്റെ പാട്ട് കൊണ്ട് നിറഞ്ഞ് അങ്ങനെ മരണം നടക്കും. ഇവരിത് കേട്ടോണ്ടിരിക്കുക. സാധാരണഗതിയിൽ മരണത്തെപ്പറ്റി ഇങ്ങനൊക്കെ സംഭവിക്കുന്ന കേൾക്കുമ്പോൾ ഒരു ചെറിയ കുലുക്കം ഉണ്ടാവേണ്ടത്, പക്ഷെ അവർക്കൊന്നും പറ്റിയില്ല. അവരെ അതൊന്നും തൊട്ടിട്ടില്ല. പ്രവാചകൻ ശക്തമായി ദൂത് പറയും എന്ന് പറഞ്ഞാൽ ജീവനോടിരിക്കുന്നവരുടെ ശവടക്ക് നടത്തി, എന്നിട്ടും അവർക്ക് ഇളക്കമില്ലാതിരിക്കുക. വാട്ട് ഈസ് ദ റീസൺ? അതിന്റെ കാരണമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ ഭാഗമാണ് കഴിഞ്ഞ തവണ നമുക്ക് നോക്കിയത്. അത് 5ആം അധ്യായത്തിന്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. 6ആം അധ്യായത്തിന് 1 മുതൽ 14 രണ്ടായിട്ടാണ് ഞാൻ തിരിക്കുന്നത്. ഒന്ന്, ഇവരിങ്ങനെ ദൈവവചനത്തോട് മറുതലിക്കാൻ, കുലുക്കമില്ലാതെ ഇരിക്കാനുണ്ടായ കാരണം ഇവർക്ക് ചില കാര്യങ്ങളിൽ ആശ്രയമുണ്ടായിരുന്നു. ദേ കെപ്റ്റ് their hope on certain things. ചില കാര്യങ്ങൾ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെയാണ് സത്യത്തിൽ ഈ 5-6 അധ്യായങ്ങളിൽ പ്രവാചകൻ അവരുടെ മുമ്പിൽ പൊളിച്ച് കൊടുക്കുന്നത്, പൊളിച്ച് കാണിക്കുക. 5ആം അധ്യായത്തിന്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ചില ആത്മീക പ്രതീക്ഷകൾ, false spiritual hopes of security, chapter 5, 18 to 27. 6ആം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെ ഭൗതികമായ സുരക്ഷയെ കുറിച്ചുള്ള അവരുടെ ചില സങ്കല്പങ്ങൾ, false physical hopes of securities. കഴിഞ്ഞ തവണ നമ്മൾ നോക്കിയ ഭാഗം ഞാൻ ഒന്ന് സമറൈസ് ചെയ്ത് പറഞ്ഞിട്ട് 6ആം അധ്യായത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 2 പ്രതീക്ഷകൾ, ഒന്ന് ആത്മീയ കാര്യമാണ്, 2 ഭൗതിക കാര്യമാണ്. ഇത് രണ്ടിനെയും പ്രവാചകൻ അവരുടെ മുമ്പിൽ ഷാറ്റർ ചെയ്ത് തകർത്ത് കാണിക്കുകയാണ്. എന്തുവാണ് 5ന്റെ 18 മുതൽ കാണുന്നത്? ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എന്തുവായിരുന്നു ഈ ആത്മീക പ്രതീക്ഷകൾ? പ്രവാചകൻ ഇവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരെന്തുകൊണ്ടാ ശ്രദ്ധിക്കാന്? ഇവരെന്തുകൊണ്ടാ മാനസാന്തരപ്പെടാഞ്ഞതിന്റെ കാരണം ഇവര് പറയുന്നത്, ഡു യു റിയലി തിങ്ക് ദാറ്റ് വി നീഡ് ടു റിപ്പന്റ്? ഞങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണോ പ്രവാചക നീ പറയുന്നത്? ഇവര് ജനം പറഞ്ഞു, വി ഹാവ് ഫെസ്റ്റിവൽസ്, ഞങ്ങൾക്ക് ഉത്സവമുണ്ട്. ഉത്സവം മാത്രമല്ല, ഞങ്ങൾക്ക് സഭായോഗമുണ്ട്. സഭായോഗം കൊണ്ടും തീർന്നില്ല, ഞങ്ങൾക്ക് ഹോമയാഗമുണ്ട്, ഭോജനയാഗമുണ്ട്, തടിച്ച മൃഗങ്ങൾ കൊണ്ട് സമാധാനയാഗമുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് പാട്ടുണ്ട്, വീണയുടെ നാദമുണ്ട്. പാട്ട് പാടുന്നവരൊന്നും എന്നോട് ഇത് ചെയ്യരുത്, പാട്ടുണ്ട്. ആ ജനത്തിന്റെ അഹങ്കാരം പറയും. വചനത്തിന്റെ വെളിപ്പാടും വചനത്തിൽ കൂടെ ജനത്തെ മാനസാന്തരത്തിലേക്ക് വിളിക്കുമ്പോൾ ഇവര് പറയും, ബിക്കോസ് വി ഡു ഓൾ ദിസ്, ഞങ്ങൾ കൃത്യമായി. ഈ 4ആം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്, 4ന്റെ 4 എന്ന് പറഞ്ഞാൽ കൃത്യം ദശാംശം കൊടുക്കുന്നവരെ, കൃത്യം മാത്രമല്ല പറഞ്ഞതിന് കൂടുതൽ കൊടുക്കുന്നവരായിരുന്നു അവര്. നിരന്തരമായി ഇതെല്ലാം ചെയ്യുന്ന, കൊടുക്കുന്ന ഒരു കൂട്ടമായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ 5ആം അധ്യായത്തിൽ പറഞ്ഞത്, യു ആർ സേയിങ് യു ഡു ഓൾ ദിസ്. പ്രവാചകൻ പറയാ,
നിന്റെ ഉത്സവത്തെ ഞാൻ ദ്വേഷിക്കുന്നു, നിന്റെ സഭായോഗം എനിക്ക് പ്രസാദമല്ല, നിന്റെ പാട്ടിന്റെ സ്വരം എനിക്ക് കേൾക്കണ്ട, നിന്റെ യാഗത്തിന്റെ സൗരഭ്യം ഞാൻ മറക്കുന്നില്ല. ഇങ്ങനെ അതിനെ വെറുക്കുന്നു എന്ന് പറയാൻ കാരണം ഇവർ ഇങ്ങനെ ചെയ്ത ചില റിച്വലുകളിൽ, അവർ ചെയ്യുന്ന ചില ചടങ്ങുകളിൽ സംതൃപ്തി അണഞ്ഞ് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞു. ഞാൻ ഒന്നാമതായിട്ട് ഈ ദൈവവചനത്തിന് തടസ്സം നിൽക്കുന്നതിന് ടൈറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: when spirituality becomes an obstacle to spirituality. അത് കേൾക്കുമ്പോ ഇച്ചിരി ഒരു അതിനകത്ത് തന്നെ എന്തോ അർത്ഥമാക്കിയെന്ന് വരും. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ചിലത് ട്രൂ സ്പിരിച്വാലിറ്റിക്ക് തടസ്സമാകാം. That's why I told these are dangerous things. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പാടാ. കാരണം ഈ ജനം പറയാ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ദൂത് പറയുന്നത്? വി ആർ ഡൂയിങ് എവറിത്തിങ് വെൽ, വി ആർ സാറ്റിസ്ഫൈഡ് ഇൻ വാട്ട് വി ആർ ഡൂയിങ്. 5-ാം അധ്യായത്തിലാണ് നമ്മൾ അതിന്റെ കാരണങ്ങളൊക്കെ ചിന്തിച്ചതാണ്. അത് ഞാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് യാഗം കഴിക്കുന്നവരായിരുന്നു. അവർ ദൈവത്തെ അന്വേഷിക്കാതെ സഭായോഗത്തിന് പോകുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഇനി ബേഥേലിൽ പോണ്ട, നിങ്ങൾ ഇനി സഭായോഗത്തിന് പോണ്ട, നിങ്ങൾ ഇനി യാഗം കഴിക്കാൻ പോകണ്ട, നിങ്ങൾ എന്നെ അന്വേഷിക്കുക. കാരണം those people there, they didn't seek God, but they are doing things very well. ഇത് ഞാൻ ചിന്തിച്ചപ്പോൾ ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു അസ് ആസ് വെൽ. ഇത് നമുക്കും സംഭവിക്കാം. ഒരു അപകടത്തിന്റെ പാതയിലേക്ക് നമ്മൾ അറിയാതെ വഴുതി വീഴാം. എങ്ങനെയാണെന്നറിയോ? ഇതിപ്പം ഫാസ്റ്റിംഗ് പ്രെയർ ആണ്, 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ മെസ്സേജ് വരെ ശ്രദ്ധിച്ചപ്പോൾ കഴിഞ്ഞ മാസത്തെയും ഫാസ്റ്റിംഗ് പ്രെയറിന്റെ 1-ാമത്തെ ദിവസം ഞാനാണ് സംസാരിച്ചത്. എനിക്കത് വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുന്നു. വീണ്ടും എനിക്കൊരു അവസരം കിട്ടിയതിൽ 1-ാമത്തെ ദിവസം തന്നെ ദൈവവചനം പറയാൻ. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? The problem is sometimes we can get satisfied in the fact that we have fasting prayer every month. എല്ലാ മാസവും ഫാസ്റ്റിംഗ് പ്രെയർ ഉള്ളതിൽ നമുക്ക് സംതൃപ്തി തോന്നും, വിത്തൗട്ട് ആക്ച്വലി എൻജോയിങ് ഹിസ് പ്രസൻസ്. കർത്താവിന്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനശുശ്രൂഷ നയിക്കുമ്പോൾ പറഞ്ഞ കാര്യം, ദൈവ സാന്നിധ്യം നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കും. ബട്ട് സംടൈംസ് പാട്ട് പാടുന്നവർക്ക് ആ ദൈവ സാന്നിധ്യം കാണും. ബട്ട് വി മേ മിസ് ഹിസ് പ്രസൻസ്, ബട്ട് ബി സാറ്റിസ്ഫൈഡ് ഇൻ ദ ഫാക്ട് ദാറ്റ് വി ആർ കണ്ടക്ടിങ് ഇറ്റ്. We can be satisfied. പാട്ട് മാത്രമല്ല, ഇപ്പൊ 1 മണിക്കൂർ എനിക്ക് തന്നിരിക്കുന്ന സമയം ഞാൻ ദൈവവചനം സംസാരിക്കുക. We can be satisfied in the fact that we are listening. പ്രസംഗം ഉള്ളതിൽ നമുക്ക് സംതൃപ്തി തോന്നാം, without actually listening to the God's voice. നല്ല ഗാനശുശ്രൂഷയാണ്, നല്ല പ്രസംഗമാണെന്ന് അപ്രിസിയേഷൻ വേണേ പറയാം. പക്ഷെ ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാവാതെ പോയ പാട്ട് കൊള്ളാം, പക്ഷെ did I sing it from my heart? Did I sing it along? We can simply be satisfied in singing, in clapping, in standing. Not only that, in preaching also. ഞാൻ എന്നെ പറ്റി തന്നെ ചിന്തിച്ചു. ഇപ്പോൾ ഒരു പ്രസംഗം, പിന്നെ വേറൊരു പ്രസംഗം, പിന്നെ അടുത്ത മീറ്റിംഗ്, പ്രസംഗം. In doing all this, I may miss the real mark of spirituality. We may become so busy with spiritual activities that we miss God himself. ദൈവത്തെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ചടങ്ങുകളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അപകടം അറിയാതെ നമുക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. That is a problem with rituals. ഞാൻ പുതിയ നിയമത്തിലെ ഈ ഭാഗങ്ങൾ നമുക്ക് അറിയാവുന്നൊരു ഭാഗമുണ്ട്. യേശുവിന്റെ മാതാപിതാക്കൾ ഉത്സവത്തിൽ യെരൂശലേമിൽ ദൈവത്തെ ആരാധിക്കാൻ പോയി മടങ്ങുമ്പോൾ യേശുവിനെ അവർ മിസ് ചെയ്തു. You see the irony there. അവര് ദൈവത്തെ ആരാധിക്കാൻ പോയവരാണ്, ആലയത്തിൽ പോയവരാണ്, പക്ഷെ യേശുവിനെ നഷ്ടപ്പെട്ടു. ചർച്ച തന്നെ ദൂത് പറയുമ്പോൾ ഞാൻ പലപ്പോൾ കൂട്ടിയ ഒരു ഭാഗമുണ്ട്. ലവോദിക്ക സഭയ്ക്ക് ദൂത് പറയുമ്പോൾ ജീസസ് ഈസ് അറ്റ് ദി ഡോർ. നമ്മൾ സാധാരണ ആ വാക്യം എടുത്ത് നിന്റെ വാതിക്കൽ നിന്ന് മുട്ടാം. അത് ഈ പരസ്യയോഗത്തിന്റെ കൺവെൻഷൻ ഒക്കെ പറയും, വാതിക്കൽ നിന്ന് യേശു മുട്ടുവാണ്, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാം. പക്ഷെ അവിടെ സഭയോടെ പറയുന്നത്, സഭയുടെ എൻട്രൻസിലാണ് യേശു, പക്ഷെ no one is opening. എന്റെ ഒരു ചിന്ത, അവിടെ പ്രസംഗം ഇങ്ങനൊന്നും അല്ല, വളരെ ശക്തമായ പ്രസംഗമാണ്. The noise is too loud,
that no one can hear the knocking at the door. അത്രയ്ക്കും ശക്തമായി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ബട്ട് the real spirituality is missed. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ തടസ്സം ഈ സ്പിരിച്വൽ തന്നെയാണ്. സ്പിരിച്വൽ അണ്ടർ കോഡ്. അവര് കാണുന്ന സ്പിരിച്വൽ കാര്യങ്ങൾ, അവര് ചെയ്യുന്ന ആത്മീയ കാര്യങ്ങൾ, യഥാർത്ഥമായ ആത്മീയത എന്താ? ദൈവത്തിന്റെ വചനം കേട്ട് ഹൃദയത്തിൽ പറയുന്ന പോലുള്ള ക്രമീകരണം വരുത്തി, ഈ 5-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ അനുസരണം. Obedience should precede your worship. Repentance should precede your worship. റിച്വലിനും ഫ്രണ്ടിൽ വരേണ്ട മാനസാന്തരവും അനുതാപവും സമർപ്പണവും അതിന്റെ പ്രതീകമായിട്ടാണ് ആരാധന വെളിപ്പെടേണ്ടത്. Because I surrender my life, therefore I sing. Because I have surrendered my life, therefore I preach. Because I surrendered my life to Jesus, therefore I attend the Sunday services. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരേണ്ടതാണ്. പക്ഷെ അവർക്ക് അതില്ലായിരുന്നു. അവരാണെങ്കിൽ ഈ ചെയ്യുന്ന കാര്യമെല്ലാം ഉള്ളത് കൊണ്ട് ഞങ്ങളെ ഒന്ന് മാനസാന്തരത്തിന്റെ സന്ദേശം ഞങ്ങൾക്ക് വേണ്ട, ഇതൊന്നും ഞങ്ങൾക്കുള്ളതല്ല, ദീസ് ആർ ഇറലവന്റ് ടു us, ദിസ് ഡസന്റ് മാറ്റർ, ഇതൊന്നും ഞങ്ങൾക്കല്ലെന്നുള്ള നിലയിൽ നമുക്കും അതേ വഞ്ചന അറിയാതെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഭാഗം ഞാൻ അവിടെ വിട്ടിട്ട് എനിക്ക് ഈ തുടർന്നുള്ള സമയത്ത് ഞാൻ വളരെ പെട്ടെന്ന് ഇന്ന് 6-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ദോസ് ആർ ഫിസിക്കൽ ഹോപ്സ്. ഭൗതികമായ ഈ ലോകത്തിലെ ചില കാര്യങ്ങളിൽ അവരൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് they stood against God's word. 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. എല്ലാവരും 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം. ഇതൊന്നും ഞാൻ സാധാരണ പറയുന്നത് നമ്മൾക്ക് ഒറ്റ വായനയിൽ ഒരു പക്ഷെങ്കിൽ മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തന്നെ നമ്മൾ അധികം വായിക്കുന്ന ഭാഗമാകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ചില വാക്യങ്ങളെ ഞാൻ വായിക്കത്തുള്ളൂ. എല്ലാം നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നെക്സ്റ്റ് ടൈം യു റീഡ്, നിങ്ങൾ ഇത് കഴിഞ്ഞൊന്ന് വായിച്ചാൽ കർത്താവ് നിങ്ങളോട് വളരെ ശക്തമായ ആ ഭാഗങ്ങൾ കൂടെ ഇടപെടും. ഞാൻ അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കണം, 6-ാം അധ്യായത്തിലെ പ്രശ്നം. പ്രവാചകൻ ആലോചന പറഞ്ഞപ്പോൾ ജനത്തിന്റെ രണ്ടാമത്തെ ഒരു മനോഭാവം, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, വി ഡോണ്ട് നീഡ് ദിസ്. കാരണം we don't need God because we have everything that we want. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, ഞങ്ങൾക്കിനി ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹിക്കാമോ അതെല്ലാം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഇനി ആമോസ് പറയുന്ന മാനസാന്തരവും വേണ്ട, കേൾക്കുക എന്ന തെരുവിൽ കൂടെ കൊണ്ടു നടന്ന് പറയുന്ന ഈ സന്ദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട. വി ഹാവ് എവറിത്തിങ്. ആ രണ്ടാമതായിട്ട് അവരുടെ ഹൃദയത്തിൽ കയറിയ എല്ലാം ഉണ്ട് എന്നുള്ള അവരുടെ മനോഭാവത്തെയാണ് 6-ാം അധ്യായത്തിൽ പ്രവാചകൻ പൊളിക്കുന്നത്. ഒന്നൊന്നായിട്ട് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ചാപ്റ്റർ 6 വേഴ്സസ് 1. ആ വാക്യം ഒന്ന് വായിക്കാമോ? സിയോനിൽ സ്വൈരികളായി, ശമരിയ പർവ്വതത്തിൽ നിർഭയരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി, ഇസ്രായേൽ ഗൃഹം വന്നു ചേരുന്നവരായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവിടെ ശ്രദ്ധിക്കണം. സിയോനിൽ സ്വൈരികളായി, ശമരിയ പർവ്വതത്തിൽ നിർഭയരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായ ഇസ്രായേൽ ഗ്രഹം. മീനിങ് അവരുടെ ഒരു ചിന്ത അന്നത്തെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് നേഷൻ, ഏറ്റവും മേളിൽ നിൽക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഇസ്രായേൽ അഹങ്കാരത്തോട് പറയും, ഞങ്ങളെ കഴിഞ്ഞിട്ട് ഇവിടെ ലോകത്തിൽ വേറെ രാജ്യമുള്ളൂ. ദേ ആർ ദ ടോപ്പ്, ഫസ്റ്റ് അമംഗ് ദ നേഷൻസ്. ആ വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്നത്. ദേ ആർ ദ ഫസ്റ്റ് അമംഗ് ദ നേഷൻസ്. ഇനി അവരുടെ ഇടയിൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഈ ഫസ്റ്റ് അമംഗ് നേഷൻ മാത്രമല്ല, ആ 1-ാം സ്ഥാനത്തുള്ള രാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് ഞങ്ങൾ. യു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്? They are the top among the nations, not only among the nation. അവരുടെ ജാതിക്കുള്ളിലും ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതന്മാർ ഞങ്ങളാ. പ്രവാചകൻ പ്രവചിക്കുന്ന കാലഘട്ടം അങ്ങനെയായിരുന്നു.
അധികം പശ്ചാത്തലം ഞാൻ പറയാതെ ഒന്ന് രണ്ട് കാര്യം പറയാം. അന്നത്തെ അവരുടെ രാജാവ് അതിശക്തനായിരുന്നു. രാജാവ് ശക്തനായിരുന്നത് കൊണ്ട് തന്നെ ദേശത്തെ സമൃദ്ധി, പ്രോസ്പെരിറ്റി ആൻഡ് പീസ് എല്ലാം കൊണ്ടും സുരക്ഷിതരായിരുന്നു. ഒരു ശത്രുവിന്റെ ഭീഷണിയില്ല. അവരെ തകർക്കാൻ ഒരു വെല്ലുവിളിയില്ലാതെ സ്വസ്ഥമായിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ തോന്നിയത്. ദേ ആർ ദ ഫസ്റ്റ് അമംഗ് ദ നേഷൻസ്. പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് തോന്നുന്നു യു ആർ ദ ഫസ്റ്റ് അമംഗ് ദ നേഷൻ. പക്ഷെ ആ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അവസാനം എങ്ങനെയാണ്? നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം. ഇനി ഒന്നാം വാക്യം വായിച്ചതിന്റെ കൂടെ അതിനോട് ചേർത്ത് അതിന്റെ 7ാമത്തെ വാക്യം വായിക്കണം. വേഴ്സസ് 7, 6-ാം അധ്യായത്തിന്റെ 7ാം വാക്യം. അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും. നിവർന്നു കിടക്കുന്നവരുടെ മദ്യപാനഘോഷം മതി. പ്രവാസത്തിൽ പോകും. അല്ല, അവിടെ ഒരു വാക്കുണ്ട്, മുമ്പേ എന്നാണോ? എന്ത്? പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും. പ്രവാസത്തിൽ ആരായിട്ട് പോകും? മുമ്പരായിട്ട് പോകും. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താ അറിയോ? ഫസ്റ്റ് ടു ഗോ ടു എക്സൈൽ. മീനിങ് ഇവരുടെ ചിന്ത ഞങ്ങളാണ് ഫസ്റ്റ് അമംഗ് ദി നേഷൻസ്. പ്രവാചകൻ പറയാം, യു ആർ ദ ഫസ്റ്റ് അമംഗ് ദി നേഷൻസ്, ബട്ട് യു ഓൾസോ വിൽ ബി ദ ഫസ്റ്റ് ടു ഗോ ടു ദ എക്സൈൽ. മനസ്സിലാവുന്നുണ്ടോ? പ്രവാചകൻ അവരുടെ ആ സുരക്ഷിതരെന്ന് തോന്നി അവരുടെ സങ്കല്പത്തെ പൊളിച്ച് കൈ കൊടുക്കുക. യു തിങ്ക് യു ആർ സെക്യൂർ, യു തിങ്ക് യു ഹാവ് എവറിത്തിങ്, ബട്ട് ഓൾ ദിസ് വിൽ ബി ഷാറ്റേർഡ് എന്നുള്ള ഒരു ആശയം പറയാം. ഇവർക്ക് ഇങ്ങനെ ഈ സുരക്ഷ എന്ന് തോന്നാൻ, ഈ നാഷണലായിട്ട് ഇവരുടെ രാജ്യത്തെ പറ്റി ഇവർക്ക് ഇത്രയും ഒരു സുരക്ഷിതത്വത്തിന്റെ തോന്നൽ ഉണ്ടാകാനുണ്ടായ ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. നോക്കണമേ, അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വെറുത്ത് അവന്റെ അരമനകളെ ദ്വേഷിക്കുന്നു. ഞാൻ പട്ടണവും അതിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും. വായിച്ചോ. ഒരു വീട്ടിൽ 10 പുരുഷന്മാർ ശേഷിച്ചിരുന്നാലും അവന്റെ അരമനകളെ ദ്വേഷിക്കുന്നു എന്നൊരു വാക്യം ഉണ്ടല്ലോ 8ാമത്തെ വാക്യത്തിൽ. ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വെറുത്ത് അവന്റെ അരമനകളെ ദ്വേഷിക്കുന്നു. അരമനകൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർട്രസ്. അരമന എന്ന ആ സമയത്ത് ഇത് പറയുന്നത്, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദർ മിലിറ്ററി കോൺഫിഡൻസ്. ഇവരുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ബലത്തെ പറ്റിയാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ സൈന്യം അതിഗംഭീരമായ അരമനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സുരക്ഷിതം തേടി, ആശ്രയം തേടി ദൈവത്തിന്റെ അരികിൽ പോണ്ട. ഞങ്ങളുടെ പട്ടണത്തിന് ചുറ്റും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫോർട്ടുണ്ട്, അരമനകൾ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഇവരാണെങ്കിൽ ഉണ്ടല്ലോ. ചെയ്ത മറ്റൊരു കാര്യം അതിന്റെ 13ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. 13ാമത്തെ വാക്യം. നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിച്ചും കൊണ്ട് സ്വന്തം ശക്തിയാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയും. ഇവരൊരു പ്രയോഗം ചോദിക്കുക പ്രവാചകനോട്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ ഒന്നാമതായിട്ട് എക്സൈലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ ഇവര് പറയാം, ഞങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നോ? ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അരമനയുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഗോഡ് ഹേറ്റ്സ് യുവർ ഫോർട്രസ്. രണ്ടാമതായിട്ട് ഇവര് പറഞ്ഞ എന്തറിയോ? ഈ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മിഥ്യാവസ്തുവിൽ സന്തോഷിക്കുന്ന, സ്വന്തം ശക്തിയിൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം വായിച്ചാൽ അത് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇംഗ്ലീഷ് പരിഭാഷ ഉപയോഗിക്കുന്നവർ ഈ കൂട്ടത്തിൽ കാണുമല്ലോ. ഇംഗ്ലീഷ് നോക്കിയാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യു റിജോയ്സ് ഇൻ ദ കോൺക്വസ്റ്റ് ഓഫ് ലോദേബാർ. ഡിഡ് വി നോട്ട് ടേക്ക് കാർണിയം ബൈ അവർ ഓൺ സ്ട്രെങ്ത്. എന്തോ കാര്യം എന്നറിയോ? ഈ മിഥ്യാവസ്തു പ്രാബല്യം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മൂലഭാഷയിൽ ഒരു പട്ടണത്തിന്റെ പേരാണ് ലോദേബാർ. കാർണിയം എന്തവര് പറഞ്ഞെന്നറിയോ പ്രവാചകനോട്? പ്രവാചകൻ അറിയത്തില്ലായിരിക്കും. ലോദേബാർ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ സൈന്യം പോയി അവരെ തോപ്പിച്ച് അതിനെ ഞങ്ങൾ പിടിച്ചെടുത്തു. മറ്റേ പട്ടണത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് ഞങ്ങളുടെ സൈന്യം പോയി തോൽപ്പിച്ചതാ. പ്രവാചകനെ കളിയാക്കി ദൂത് കേട്ടപ്പോ, ഡു യു തിങ്ക് ഇറ്റ് റിയലി വിൽ ഹാപ്പൻ? ഞങ്ങളെ തൊടാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ആർമി അത്ര സ്ട്രോങ് ആണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അതിൽ അവര് അഹങ്കരിക്കുകയാണ്. അങ്ങനെ അഹങ്കരിച്ചപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ് 14ാം വാക്യം. തൊട്ടടുത്ത വാക്യം ഒന്ന് നോക്കിക്കേ. എന്നാൽ ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതിയെ എഴുന്നേൽപ്പിക്കും. അവർ ഹാമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ ആരാബയിലെ തോട് വരെ നിങ്ങളെ ഞെരുക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്.
ആ കേട്ടോ, ഇവരുടെ പ്രതീക്ഷ, ഇവര് പറഞ്ഞത് ഞങ്ങളുടെ സൈന്യം സ്ട്രോങ് ആണ്, ഞങ്ങൾ പിടിച്ചെടുത്ത പട്ടണം കണ്ടോ, ലോദേവാർ നോക്കി, ഇതൊക്കെ വലിയ പട്ടണങ്ങളായിരുന്നു, മറ്റ് രാജ്യങ്ങളുടെ കൂടെ ഞങ്ങൾ പിടിച്ചെടുത്താന്നൊക്കെ അഹങ്കരിച്ചപ്പോൾ പ്രവാചകൻ പറയാ ഗോഡ് ഹേറ്റ്സ് ഇറ്റ്, ദൈവം അതിനെ വെറുക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം ഒരു ജാതിയെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ആ ജാതി വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതരെന്ന് തോന്നുന്ന നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളയും. ഒപ്രസിങ് ഓൾ ദ വേ എന്നൊരു പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്ന കാര്യം എന്താ അറിയോ? their security in the nation and its army is being shattered. ഇതൊരു ഭൗതികമായ ഒരു പ്രതീക്ഷയാണ്. ഇതിപ്പോ പറയുമ്പോൾ പഴയ നിയമത്തിലാണ് ഇതിന് കൂടുതൽ പ്രസക്തി. ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷ, നാഷണൽ ഒരു രാജ്യം, ദൈവം തിരഞ്ഞെടുത്ത രാജ്യമാണ് ഞങ്ങളുടെ സൈന്യം, അങ്ങനെയുള്ള ഒരു കാര്യം. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ 6-ാം അധ്യായത്തിലെ മറ്റൊരു കാര്യം, ഇവരുടെ രാജ്യത്തെ പറ്റി പറഞ്ഞതിന് ശേഷം പ്രവാചകൻ അടുത്തതായിട്ട് പറയുന്നത്, ഇവരുടെ ഇടയിൽ തന്നെ സമ്പത്ത് വർദ്ധിച്ച, ധനം അധികമുള്ള ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. പ്രവാചകൻ ദൂത് പറയുമ്പോൾ അവരുടെ ഇടയിലെ സമ്പത്തുള്ള ധനവാന്മാർ പറഞ്ഞു, ഞങ്ങളെ ഇത് തൊടത്തില്ല. Their lifestyle was influenced by the wealth they had. പറഞ്ഞു വരുന്ന കാര്യം, പ്രോസ്പെരിറ്റി, മെറ്റീരിയൽ ആയിട്ടുണ്ടായ ബ്ലെസ്സിങ്, സാമ്പത്തികമായിട്ടുള്ള ഇഹലോകത്തിലെ നന്മകൾ വർദ്ധിച്ചപ്പോൾ ദൈവവചനത്തെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്ന ഒരു അനുഭവം. അപ്ലൈ ടു ദ ചർച്ചസ് ടുഡേ. We don't need God's word because we are rich. We have become so prosperous that we don't need God himself. നമ്മള് നന്മകൾക്ക് വേണ്ടി, മക്കളോടുള്ള ബന്ധത്തിൽ, കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ, ജോലിയുടെ നന്മകൾ, ഭാവിയുടെ നന്മകളൊക്കെ വേണമെന്ന് പ്രാർത്ഥിക്കും. We need for our living, but that can become a curse. That can become a hindrance. That is what I am trying to show you from chapter 6. Look, എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് നോക്കണം. അവരുടെ ജീവിത രീതിയിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവരുടെ ഇടയിലെ ജനത്തിന്റെ ജീവിത ശൈലി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ ഞാൻ ഇപ്പൊ തന്നെ പറയാം, ഇത് അവരെ പറ്റിയാണ് പറയുന്നത്, നമ്മളെ ആരെയും പറ്റിയല്ല. പക്ഷെങ്കിൽ നമ്മളിൽ അത് ഉണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിവസത്തിൽ തന്നെ അത് നമ്മൾ വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെടാൻ നമ്മൾ തയ്യാറാണ്. നോക്കിക്കേ, ഇവരുടെ ജീവിത രീതികൾ ഒന്ന് ശ്രദ്ധിച്ചേ. ചാപ്റ്റർ 6 തന്നെ നമുക്ക് വായിക്കാം. അതിന്റെ ചില വാക്യങ്ങളൊന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ കാര്യം 6-ന്റെ 11-ാമത്തെ വാക്യം. യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നും പോകും. 1-ാമത്തെ കാര്യം ആദ്യം പറഞ്ഞ പ്രവാചകൻ ഇനി ഇവരുടെ ജനത്തിന്റെ ഇടയിലെ ഓരോരോ കാര്യങ്ങൾ, എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു ദെയർ ഹോം, അവരുടെ വീട്ടിലേക്ക് പ്രവാചകൻ പോവുക. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ രാജ്യത്തെ പറ്റിയാണ്. രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ നിന്ന് നേരെ അവരുടെ കുടുംബത്തിലേക്ക് ആമോസ് പ്രവാചകൻ പോവാ. നോക്കണം, 1-ാമതായിട്ട് പ്രവാചകൻ പറയാ, വലിയ വീട് ഇടിയും ചെറിയ വീട് പിളരും. ഈ ചെറിയ വീട് അവിടെ നിൽക്കട്ടെ. 1-ാമതായിട്ട് കാരണം, പ്രവാചകൻ നോക്കിയപ്പോ ഇവരുടെ ഇടയിൽ ചിലർക്ക് എന്തോ വീടാണ്. ഈ വലിയ വീടെന്ന് പറഞ്ഞാൽ, വലിയ വീടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദീസ് ആർ ഗ്രേറ്റ് ഹോം, മീനിങ് ഒരാൾക്ക് താമസിക്കാൻ വീട് ആവശ്യമാ. പക്ഷെ അതല്ല, അവരുടെ പ്രൗഢിനെ കാണിക്കാൻ, അവരുടെ സമ്പത്തിന്റെ കൂടുതൽ കാണിക്കാൻ, എന്തു പറയുന്നത്, നോട്ട് നോർമൽ ഹോംസ്, ഗ്രേറ്റ് ഹോംസ്, വലിയ വീടുകൾ പണിയാൻ. പ്രവാചകൻ പറഞ്ഞു, യഹോവ ഒരു കൽപ്പന പറയുന്നുണ്ട്, സമ്പത്തിന്റെ വർധന കൊണ്ട് അഹങ്കാരത്തോടെ നിങ്ങൾ പണിതു പൊക്കിയ കൊട്ടാര സമാനമായ ആർഭാടം കാണിക്കാൻ വേണ്ടി, ആളാവാൻ വേണ്ടിയൊക്കെ പണിത നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകത്തില്ല. അത് ഇടിഞ്ഞു പോകും, അത് പിളർന്നു പോകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുക. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുത്. 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കിക്കേ. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ചാപ്റ്റർ 3 വേഴ്സസ് 15.
ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ ആ സന്ദർശിക്കുന്ന നാളിൽ ആ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്കവണ്ണം ഞാൻ ആ ബഥേലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും. ഞാൻ ഹേമന്തഗൃഹവും ഗ്രീഷ്മഗൃഹവും ഒരുപോലെ തകർത്ത് കളയും. ആ ഹേമന്തഗ്രഹവും ഗ്രീഷ്മഗ്രഹവും എന്നാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെയാണ്: ഐ വിൽ tear down their winter homes and summer homes. എന്തോ അത് എനിക്ക് മനസ്സിലായത്, അവരുടെ ഇടയിൽ ആൾക്കാർക്ക് ഒരു വീടല്ല, പല വീടുകൾ പലയിടത്തുള്ളത് കൊണ്ട് കാലാവസ്ഥയുടെ അനുകൂലമായ സാഹചര്യം അനുസരിച്ച് ഓരോ സ്ഥലത്ത് പാർക്കത്തക്കവണ്ണം പല വീടുകൾ പലയിടത്ത്, വീടല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗംഭീരമായ മാളികകൾ തീർത്തിരിക്കുന്ന വലിയ ജാതികളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരോട് പറയാ, your homes will not give you security. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന നാളിൽ മാനസാന്തരപ്പെടാതെ വീട്ടുണ്ടെന്ന് പറഞ്ഞ്, വലിയ കൊട്ടാരം പോലെ വീടുണ്ടെന്ന് പറഞ്ഞാൽ അത് പിളർന്നു പോകും. ഒന്നാമത്തെ കാര്യം their homes. രണ്ട്, ഈ വീടിന്റെ അകത്തേക്ക് പ്രവാചകൻ കടക്കുക. വീട് പുറത്തുനിന്ന് കണ്ടപ്പോഴേ പ്രവാചകൻ പറഞ്ഞു ഇത് പോക്കാ, മാനസാന്തരപ്പെടാതെ ഇതൊന്നും നിലനിൽപ്പുണ്ടെന്ന് ചിന്തിക്കരുത്. അടുത്ത നേരം പ്രവാചകൻ ഇതിന്റെ അകത്തേക്ക് കടക്കുക. നോക്കിക്കേ, 4-ാമത്തെ വാക്യം, ചാപ്റ്റർ 6:4. 6:4. നിങ്ങൾ ആനക്കൊമ്പുകൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മതി 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 6:5. ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിന്മേൽ ശയിക്കുകയും നിങ്ങളുടെ ശൈകളിന്മേൽ നിവർന്നു കിടക്കുകയും. അവിടത്തെ കാര്യം, അകത്തോട്ട് കയറിയപ്പോൾ പ്രവാചകൻ കാണുന്നത് അവരുടെ ഫർണിച്ചറുകളാണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നോട്ട് നോർമൽ. അവിടെ എഴുതിക്കുന്നുണ്ടല്ല, ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിൽ, ബെഡ്സ് ഓഫ് ഐവറി, മീനിങ് ദീസ് ആർ വെരി എക്സ്പെൻസീവ് ഫർണിച്ചേഴ്സ്. വീടിന്റെ അകത്ത് കയറാൻ പോലും പറ്റാത്ത പോലെ ഫർണിച്ചർ കൊണ്ട് നിറഞ്ഞേക്കുക. സഹോദര, ഇത് ഞങ്ങള് ഇന്നടത്തൂന്ന് കൊണ്ടുവന്നതാ, ഇത് ഇവിടെ ഒന്നും കിട്ടാത്തതാ, ഇത് ഇന്ന സാധനം കൊണ്ട് പണിതതാ. അതേപോലെയാണ് ഇവര് പറഞ്ഞത്, ദീസ് ആർ നോട്ട് നോർമൽ, ഇത് ആനക്കൊമ്പ് കൊണ്ട് ഐവറി കൊണ്ട് പണിത കട്ടിലാണ്. They had so much of money that they lavishly spend on furnitures. എന്താ ഇത് പ്രശ്നമായെന്നറിയോ? ഇത് പ്രശ്നമായത് ഇവരുടെ ഇടയിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് അപ്പത്തിനുള്ള വകയില്ലാതിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു കൂട്ടത്തെ ചവിട്ടി തേച്ചിട്ടാണ് പണം ഉണ്ടാക്കി അത് പ്രകടിപ്പിക്കാൻ വേണ്ടി വീട് മാത്രമല്ല, അകത്ത് വലിയ കട്ടില്, കസ്റ്റം മെയ്ഡാ, ഞാൻ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ, ഭയങ്കര കൂടിയതാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. പ്രവാചകൻ പറഞ്ഞു, ഈ ആനക്കൊമ്പും നിന്റെ ബെഡും നിന്റെ സോഫ, എനിക്ക് തോന്നി ബെഡും സോഫയൊക്കെ ആയിരിക്കും പ്രവാചകൻ ഉദ്ദേശിച്ചത്, മറ്റേ ദിവാൻ കോട്ട പോലത്തെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന അതൊക്കെ ആയിരിക്കും പ്രവാചകൻ പറഞ്ഞ്, ഇതെല്ലാം പോക്കാൻ നീ ഇങ്ങനെ കിടന്നോ, നിവർന്ന് കിടന്നോ, ഇതേപോലെ നിന്നെ പൊക്കിക്കൊണ്ട് പോകുന്ന ഒരു കാലം വരുന്നുണ്ട്, മാനസാന്തരപ്പെട്ടില്ല എന്നാ പറയുന്നത്. ഈ കട്ടിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോഫയിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പ്രവാചകൻ അടുത്തത് പോയത് എങ്ങോട്ടാണെന്നറിയോ? ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു. അത് നമുക്കും ഇച്ചിരി പഠിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തിലുണ്ട്. നോക്കി 6-ാം അധ്യായത്തിന്റെ ആ നിർത്തിയ ഭാഗം, അടുത്ത ഭാഗം നോക്കിയാൽ മതി. 6:4 ഇപ്പൊ വായിച്ചെടുത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും ആ തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. ആ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞാട്, തൊഴുത്തിൽ നിന്ന് പശുക്കിടാവ്. ഇതിന്റെ ഒരു ചെറിയൊരു പശ്ചാത്തലം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ ഇടയിൽ അങ്ങനെ നിരന്തരമായി മീറ്റ് ഉപയോഗിക്കുന്നവർ അധികം ഇല്ല. ഇസ്രായേൽ മക്കൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇവിടെ പറയുന്ന 6-ാം അധ്യായത്തിലെ ജാതികളിലെ ശ്രേഷ്ഠന്മാരായ കുറച്ചു പേര് എല്ലാ ദിവസവും ആട്ടിൻകൂട്ടത്തിലെ കുഞ്ഞാട്, തൊഴുത്തിലെ പശുക്കിടാന്ന് പറഞ്ഞാൽ ടോപ്പായിട്ടുള്ള ആഹാരം കഴിക്കുന്നവരായിരുന്നവർ. അപ്പൊ ആഹാരം കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ആഹാരം കഴിക്കുന്നതിൽ പ്രശ്നം ഇല്ല. പക്ഷെ ഇവര് ചെയ്തത് എന്താണെന്നറിയോ? ദീസ് ലീഡിങ് സിറ്റിസൺസ് ഓഫ് ദ നേഷൻ wanted to showcase their luxury by excessive selfish eating practices. ധൂർത്ത് കാണിക്കാൻ വേണ്ടി
ആർഭാടം കാണിക്കാൻ വേണ്ടി ആവശ്യത്തിലധികം വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിച്ച് വേസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടമായിരുന്നു. എനിക്കിപ്പം അമേരിക്കയിലെ രീതികളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നാട്ടിലത്തെ നിലയിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അതങ്ങ് ചിന്തിച്ചാൽ മതി. ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോ നമ്മുടെ ഇടയിൽ തന്നെ ചില മക്കളെ പറ്റിയൊക്കെ പേരൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ, എന്റെ മോനാണെങ്കിലുണ്ടല്ലോ, അവൻ ചിക്കൻ ഉണ്ടേ മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ. മീൻ ഉണ്ടേ കഴിക്കും, പക്ഷെ മീൻ ഏതാണെന്നറിയോ? ഇന്ന മീൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയതാണെങ്കിൽ നോക്കാം. കറി വെച്ചാ കൂട്ടത്തില്ല, ഫ്രൈ ചെയ്താ കൂട്ടാം, ഫ്രൈ ചെയ്താ കൂട്ടത്തില്ല, പുഴുങ്ങിയ കൂട്ടാം. എന്തുവാ സംഭവം? എന്തും കൊടുക്കത്തക്കവണ്ണം വണമായി. വീടുകളിൽ രാവിലെ അമ്മ ദോശ ഉണ്ടാക്കിയപ്പോ മോൻ പറഞ്ഞു, ഇന്ന് ദോശ വേണ്ട, ഇന്ന് പൊറോട്ട വേണം. നിങ്ങളുടെ അവിടെ ചിലപ്പം ബർഗർ ആയിരിക്കും, സ്റ്റീക്ക് ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടെ എന്തുവാന്ന്. വി ഡോണ്ട് വാണ്ട് ദിസ്, വി വാണ്ട് ദാറ്റ്. അപ്പൊ ഇതിന്റെ മേളിൽ അതുകൂടായി, ഇതെല്ലാം കൂടെ ആർഭാടമാക്കി വേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ യു ഹാഡ് എ ഗ്യാതറിംഗ് അറ്റ് ഹോം, ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയപ്പോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയാണ് ആഹാരം വാങ്ങുന്നത്. പക്ഷെ അതിനല്ല വാങ്ങുന്നത്. എന്തിനാ വാങ്ങുന്നത് അറിയോ? ഈ വിളിക്കുന്ന ആടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി കൂടിയതെല്ലാം അങ്ങ് വാങ്ങും. ഓർഡർ ചെയ്ത അവസാനം ഇതെല്ലാം വേസ്റ്റാ. സോ യു ആർ നോട്ട് ബൈയിങ് ടു ഈറ്റ്, യു ആർ ബൈയിങ് ടു ഷോ യുവർ ലക്ഷറി. അങ്ങനത്തെ ഒരു കാലമായിരുന്നു അവിടെ. പ്രവാചകൻ പറഞ്ഞു, നല്ല ഡൈനിങ് ടേബിൾ ആണ്, അതിന്റെ മേളിൽ നല്ല മട്ടനും ബീഫും എല്ലാം ഉണ്ട്, പക്ഷെ ഇതെല്ലാം ഇതേപടി പോകും. ഡോണ്ട് തിങ്ക് ദിസ് ക്യാൻ ബിക്കം എ സെക്യൂരിറ്റി. തീർന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി പ്രവാചകൻ അത്ര നമ്മൾ വിചാരിക്കുന്ന പോലല്ലെന്ന്. ആഹാരം കഴിഞ്ഞിട്ട് അടുത്തത് നോക്കിക്കോണം. 6-ാമത്തെ വാക്യം, 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിക്കേ. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും. എന്തോന്നറിയാമോ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുക? ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യു ഡ്രിങ്ക് വൈൻ ബൈ ദി ബൗൾ ഫുൾ. മീനിങ് മനസ്സിലാക്കുന്ന നിലയിൽ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, അത്താഴത്തിന് മേശയിലിരുന്നു ഡിന്നറോ ലഞ്ചോ വിളമ്പി, വെള്ളം അവരുടെ അവിടെ വീഞ്ഞിനാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ വെള്ളം നമ്മൾ ജഗ്ഗിൽ കൊണ്ട് വെക്കും. ജഗ്ഗിൽ കൊണ്ട് ടേബിളിൽ വെക്കും. എന്നിട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ കാണും. ജഗ്ഗിൽ നിന്നെടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചാണ് സാധാരണ കുടിക്കുന്നത്. അപ്പൊ വീഞ്ഞി ജഗ്ഗോടെ കൊണ്ട് വെച്ചു അവരുടെ ഇടയിൽ. പക്ഷെ അവരുടെ രീതി എങ്ങനെയാണെന്നറിയോ? ജഗ്ഗിൽ നിന്നെടുത്ത് സ്മോൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയല്ല, ഈ ജഗ്ഗോടെടുത്ത് കുടിക്കുക. എന്തോ അത് കാണിക്കുന്നത് അറിയോ? വന്നിരിക്കുന്നവർക്കെല്ലാം ഓരോരോ ജഗ്ഗ് വീഞ്ഞുണ്ട്, ലാവിഷായി. ഇപ്പൊ അത് ചെറിയ ഗ്ലാസ്സിലോട്ടൊന്നും ഒഴിക്കണ്ട, ആവശ്യത്തിലധികമായി. എനിക്കറിയാം നമ്മളെ ഈ വീഞ്ഞ് കുടിക്കുന്നത് നമുക്ക് പ്രസക്തം അല്ലെങ്കിൽ ഈ പറഞ്ഞു വരുന്ന ആശയം ഇത്രയേ ഉള്ളൂ. ഫുഡ് ഹാബിറ്റ്സ് ആർ യൂസ്ഡ് ടു ഷോ ദെയർ ലക്ഷറി. അഹങ്കാരം കാണിക്കാൻ വേണ്ടി. ഞങ്ങൾക്കിപ്പോ എന്തിനാ, വി ഡോണ്ട് നീഡ് എനിത്തിങ്, നമുക്കെല്ലാം ഉണ്ടല്ലോ, നിനക്ക് വീഞ്ഞ് വേണമെങ്കിൽ ഇങ്ങനെ കുടിച്ചോ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അവര് മാറുക. ദേ ഹാഡ് എവറിത്തിങ് ദേ നീഡ്. ആഹാര രീതിയിലെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ട 3-ാമത്തെ കാര്യം. അടുത്തൊരു കാര്യമുണ്ട് 6-ാം വാക്യത്തിന്റെ ഇപ്പൊ നിർത്തിയതിന്റെ അടുത്ത ഭാഗം നോക്കിക്കേ. 6-ാം അധ്യായം 6-ന്റെ അടുത്ത ഭാഗം. വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. അവിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. വിശേഷ തൈലം പൂശുക എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ അനോയിന്റിങ്. ഈ തൈലം പൂശുന്നത് അവരുടെ പേഴ്സണൽ ഹൈജീന്റെ ഭാഗമായിട്ട് തൈലം പൂശി. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇപ്പൊ നമ്മൾ ഈ പെർഫ്യൂം അടിക്കുന്നത് പോലെയോ, പുറത്തിറങ്ങാൻ നേരം എല്ലാം കുളിച്ചിറങ്ങിയ അവസാനം ഒരു സെന്റ് അടിക്കുന്നത് പോലത്തെ ഒക്കെ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഇവരുടെ കൂട്ടത്തിലെ കുറച്ചുപേര് ഇവര് തൈലമല്ല പൂശുന്നത്. എന്തുവാ പൂശുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്? വിശേഷ തൈലം. മീനിങ് നോട്ട് ജസ്റ്റ് ഓയിൽ, ഫൈനസ്റ്റ് ഹൈ ക്വാളിറ്റി ഓയിൽ. നമ്മുടെ ഇതിൽ പറഞ്ഞ ഞങ്ങള് പെർഫ്യൂം അടിക്കും, പക്ഷെ പെർഫ്യൂം ഇന്ന ബ്രാൻഡ് തന്നെ. ഇന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡുകളിലെ കേവനായിരിക്കുന്നത് മാത്രമേ ഞങ്ങൾ അടിക്കത്തുള്ളൂ. അതെന്തിനാ കാണിക്കുന്ന അറിയോ? സെൽഫ് ഡിസ്പ്ലേ. സെൽഫ് ഡിസ്പ്ലേ. പണം എവിടെ കാണാന്നറിയോ? വസ്ത്രധാരണത്തിൽ സ്വയം അണിഞ്ഞൊരുങ്ങി വിളങ്ങാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന ഒരു നിലയിലേക്ക് അവർ അധപ്പതിച്ചു പോയി. ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ആമോസ്
He is condemning one after one. He condemned their house, furnitures, meal, drink, perfume. ഓരോന്നോരോന്നായിട്ട് പ്രവാചകൻ അവരെ തകർത്ത് കാണിക്കുക. എന്തോ പറഞ്ഞെന്നറിയോ? ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്നറിയോ? വലിയ വീടായി, നല്ല സോഫയായി, നല്ല ആഹാരമായി, കുടിക്കാൻ ആവശ്യത്തിന് പാനീയമായി, ഉടുക്കാൻ ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രമായി, ഇതെല്ലാം ആയിരിക്കുമ്പോൾ ഇനിയും ഫോർ വാട്ട് ഡു വി നീഡ് ഗോഡ്സ് വേർഡ്? ഇനിയും നമുക്ക് എന്തോ മാനസാന്തരത്തെ പറ്റിയാ നമ്മൾ ഈ പറയുന്നത്. വി ഹാവ് എവറിത്തിങ്. നമ്മൾ അവരെ പോലെ ആകാതിരിക്കട്ടെ. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം നിങ്ങളെ കാണിക്കുക ഇതിനകത്ത്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. 6-ാം അധ്യായം നമ്മളിപ്പോ വായിച്ച വാക്യം ഒന്ന് ചേർത്ത് വായിക്കണം. 4ഉം 5ഉം വാക്യം ഒരുമിച്ച് ഒന്ന് വായിച്ചു. അതിനകത്തുള്ള ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ 4 and 5. ആനക്കൊമ്പോണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ആ ശയ്യകളിന്മേൽ നിവർന്നു കിടക്കുകയും ആ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. നിങ്ങൾ അവിടെ മതി കലശങ്ങളിൽ മതി. അവിടുത്തെ 5-ാം വാക്യത്തിൽ ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീണാനാദത്തോടെ വൃത്ത സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നത്. എന്തോ അർത്ഥം എന്നറിയാം? വായിച്ച വാക്കുകളുടെ ആശയം ഇതാണ്. ഇവരുടെ ലാവിഷ് ജീവിത രീതി കണ്ടല്ലോ. ഇവരെല്ലാരും കൂടി അപ്പൊ കയറി വന്നതിന് പറഞ്ഞു, ഈ വീട് കൊള്ളാം, മനോഹരമായ വീട്, ഇത് ആരാ, ഇത് പണിത്, എത്ര, ഇത് ഇങ്ങനെ വലിയ വർണ്ണന നടക്കും വീടിനെ പറ്റി. വീടത്, പിന്നെ സോഫ കാര്യങ്ങൾ, ഡൈനിങ് ടേബിളിലേക്ക് വന്നപ്പോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആട്ടിനും കൂട്ടത്തില് കുഞ്ഞാടും പശുക്കിടാവും എല്ലാം കൂടെ കറിയായിട്ടും ഫ്രൈ ആയിട്ടെല്ലാം ടേബിളിൽ ഇരിക്കുകയാണ്, വീഞ്ഞ് കലശത്തിൽ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ വിളിച്ച അച്ചായൻ പറയുന്നത് എന്താണെന്നറിയോ? അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിളിച്ചയാള് പറയാണ്, ദാവീദിനെ പോലെ വാദിത്രം. മീനെ ഇവരുടെ ഇടയിലെ ഇവരുടെ പൂർവ്വപിതാവായിരുന്ന ദാവീദ് അനുഗ്രഹിക്കപ്പെട്ട ഗായകനായിരുന്നു. നമുക്കതറിയാം. സങ്കീർത്തനങ്ങൾ പലതുണ്ട്. കാട്ടിലും വനാന്തരത്തിൽ കൂടെ അലഞ്ഞതിരിഞ്ഞ് നടക്കുമ്പോഴും ദൈവത്തെ പാടി ആരാധിച്ച ഭക്തനായ ഒരു മനുഷ്യൻ. ഇപ്പൊ ഇവര് പറയുന്നത് എന്താ അറിയോ? ഇവരുടെ ലാവിഷായിട്ട് ലക്ഷറി ഫീസ്റ്റിങ്ങിന്റെ ഇടയ്ക്ക് ഇവരൊരു പ്രയോഗം പറയാ. യു സീ ദിസ്? ഞാൻ ഇനി ഒരു പാട്ട് പാടാൻ പോവാ. ഞാൻ ആരെ പോലെ പാടുന്നേ? ദാവീദിനെ പോലെ. എങ്ങനെ ഉണ്ട്? ആർഭാടവും അഹങ്കാരവും കാണിക്കാൻ ഫീസ്റ്റിംഗ് നടത്തിയിട്ട് ഇപ്പൊ പറയാന്ന് ദാവീദിനെ പോലാന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ ഒരു പാട്ടുണ്ടല്ലോ, ജസ്റ്റ് ലൈക്ക് ഡേവിഡ് സാങ്. ചിലപ്പോ ആ പാട്ടായിരിക്കും അവര് പാടിയെന്നാണ് എന്റെ ഒരു ചിന്ത. എനിക്ക് അറിഞ്ഞുകൂടാ. ദാവീദിനെ പോലെയാണ് ഞാനിപ്പോ പാടുന്നത്. അഹങ്കാരവും ആർഭാടവും കാണിക്കാൻ കൂടിയിരുന്നിട്ട് ഇപ്പൊ ദാവീദിനെ പോലെയാണ് ഞാൻ. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കി എന്താ അറിയോ? നമ്മൾ ഈ ആർഭാടോ ധൂർത്തും ലക്ഷറിയും ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് ബന്ധുക്കോസുകാർക്ക് അത്രയും പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു നമ്പർ ഉണ്ട്. എന്താ അറിയോ? ദൈവം മാനിച്ചതാണ് ബ്രദർ, ദൈവം അനുഗ്രഹിച്ചതാണ് ബ്രദർ. ആ ഭക്തിയുടെ ഒരു വേഷത്തിൽ ഇതങ്ങ് പൊതിയും. അപ്പോൾ ഇതെന്തോ ആയി? ലക്ഷറി ബിക്കം ഹോളി ബിക്കോസ് ഡേവിഡ് ഇസ് ദ സിംഗർ. മനസ്സിലാവുന്നുണ്ടോ? അതേപോലത്തെ ഒരു കപട വേഷം കെട്ട് നമ്മൾ ഈ ലക്ഷറിക്ക് കൊടുക്കുന്ന ഒരനുഭവം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്നറിയോ? ദ സെക്കൻഡ് ഹിൻഡ്രൻസ് ആൻഡ് ദ ഡേഞ്ചറസ് വൺ ഇസ് ദിസ്: ബ്ലെസ്സിങ്സ് ബിക്കം ആൻ ഹിൻഡ്രൻസ് ടു ബ്ലെസ്സിങ്. അനുഗ്രഹത്തിന് തടസ്സം എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം എന്തുവാണ് യഥാർത്ഥത്തിൽ? ഇവര് കാണുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വലിയ വീടുണ്ട്, സോഫയുണ്ട്, കട്ടിലുണ്ട്, ഫുഡുണ്ട്, വെള്ളമുണ്ട്, വീഞ്ഞുണ്ട്, ഊഷാൻ തൈലമുണ്ട്, എല്ലാം ആയി. ദാറ്റ് ഈസ് ദ ബ്ലെസ്സിങ് ദാറ്റ് ദേ സോ. അവര് കണ്ട ബ്ലെസ്സിങ് അതാ. യഥാർത്ഥ ബ്ലെസ്സിങ് ദൈവം സമ്പത്താകുന്നതായിരുന്നു. അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമുക്കും എന്തുവാ, ദൈവം അനുഗ്രഹിക്കണമോ, ദൈവം നന്മ തരണമോ എന്നൊക്കെ നമ്മളും പ്രാർത്ഥിക്കും. ഈ വിഷയങ്ങൾ, ഈ ബുദ്ധിമുട്ടൊക്കെ മാറണം നമ്മളും ആഗ്രഹിക്കും. പക്ഷേ ഇതൊക്കെ മാറി നമ്മൾ പറഞ്ഞ സോക്കോൾ വിശാലതയൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തിൽ ആശ്രയം വിട്ടുകൊണ്ട് പണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുക. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. യഥാർത്ഥത്തിൽ ധനികൻ ആരാ?
യഥാർത്ഥത്തിൽ ധനികൻ വീടും വള്ളവും ഈ പറഞ്ഞിരിക്കുന്ന കാര്യമുള്ള ആളല്ല. യഥാർത്ഥത്തിലെ ധനവാൻ ആരാന്നറിയോ? ഓരോ ദിവസത്തെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ആർ റിച്ച്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ടോ? Don't need to trust your account balance. No need to trust your job. No need to trust in anything this world offers. Trust in God Almighty who can provide your needs. എന്റെ ആവശ്യങ്ങളെ നൽകാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടല്ലേ ഭക്തന്മാര് പാടിയത്, അന്നന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു പോറ്റുന്ന, ഓരോ ദിവസവും ആവശ്യമുള്ളത് ദൈവം തരുമെന്നുള്ള പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള കർത്താവിൽ ആശ്രയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ധനവാൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ് ബിക്കോസ് വെൻ വി തിങ്ക് വി ഹാവ് എവറിത്തിങ്, കർത്താവ് എല്ലാം തന്നു, എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാന്ന്, പക്ഷെങ്കിൽ അതിനോ ഒരു 10 ഇയേഴ്സിന്റെ പുറകിലേക്ക് നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ എന്നെ ഒത്തിരി പ്രായമുള്ള എന്നെക്കാളും മുതിർന്നവരൊക്കെ പലരും എന്നെ കേൾക്കുന്നവരിലുണ്ട്, ഒരു 10 വർഷം 15 വർഷം പുറകിൽ നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചതൊക്കെ കർത്താവ് ഇന്ന് തന്നു. കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണം, എന്റെ മക്കളുടെ വിഷയത്തിൽ, എന്റെ ജോലിയുടെ വിഷയത്തിൽ. God gave us everything that we need. പക്ഷെ അറിയാതെ we may think that is the blessing and we miss the source of the blessing that God himself. അതാ അവർക്ക് പറ്റിയ അപകടം. അവരെന്തുകൊണ്ടാ വചനത്തെ തള്ളിക്കളഞ്ഞെ? പ്രവാചകൻ നശിപ്പിക്കുന്നവരും ഇല്ലില്ല ഞങ്ങളെ ഒന്നും തൊടത്തില്ലെന്ന് പറയാൻ കാരണം they thought that they have everything that they need. ഞാൻ ഒരു വാക്യം ഈ അധ്യായത്തിൽ നിന്ന് കാണിച്ചിട്ട് പുതിയ നിയമത്തിലെ 1-2 ഭാഗം ഇതിനോട് ചേർത്ത് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ നോക്കിയ ചാപ്റ്റർ 6:6. ഇതിന്റെ ഇടയിൽ തന്നെ പറയുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനെ ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലിന്റെ ഇടയ്ക്ക് പ്രവാചകൻ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം, ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യമാണ്, അത് ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കണമേ. യോസഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. യോസഫിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല. യോസഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇസ്രായേലിനെ പറ്റി പറയാണ്, ആ രാജ്യത്തെ പറ്റി പറയാണ്. അവരുടെ ഇടയിലെ പാപം ഓരോന്നോരോന്നായിട്ട് പ്രവാചകൻ വെളിപ്പെടുത്തി. ആ രാജ്യത്തിൽ പാപം വർദ്ധിക്കുക, ജനത്തിന് വലിയ നാശം വരാൻ പോവുക. പക്ഷെ they are not concerned. They are not concerned. Why? Because wealth has made them insensitive. കേട് മനസ്സിലാക്കാൻ പോലും പറ്റാതെ അവരുടെ കണ്ണിനെ അന്ധത പിടിപ്പിച്ച് കളഞ്ഞു പണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? That can happen to us personally and as a church. സഭകളിൽ ഇന്ന് ഇത് സംഭവിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചു, കർത്താവ് എല്ലാവർക്കും ആവശ്യത്തിൽ കൂടെ നന്മകൾ നൽകുമ്പോൾ ജനത്തിന്റെ ഇടയിൽ കടന്നുകൂടിയ പാപത്തിന്റെ കേട് ഇന്ന് ചികിത്സയില്ലാതെ വലിയ രോഗമായിട്ട് മാറുക. ചർച്ചസിന്റെ ഉള്ളിൽ കടന്നുകൂടുന്ന പണക്കൊതി, ദിവ്യാഗ്രഹം, ശുശ്രൂഷിക്കുന്ന ആൾക്ക് ശുശ്രൂഷകന്മാരിലും ഇത് കടന്നു വരാം. ഐ എം നോട്ട് കണ്ടമിങ് ദ ലിസണേഴ്സ് ഓൺലി, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഈവൻ ടു ദ മിനിസ്റ്റേഴ്സ് ആസ് വെൽ. പണത്തിന്റെ കൊതി വിശാലതയും നന്മയും അനുഗ്രഹവുമാണെന്നൊക്കെ ചിന്തിച്ച് കേടിനെ കാണാതെ പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധ്യത. ഇവർക്ക് അതാ പറ്റി. They become so lavish, so luxurious that they are not able to see the pathetic state of their nation. അവരുടെ സമൂഹത്തിന്റെ തകർച്ച അവർക്ക് കാണാതെ. പുതിയ നിയമത്തിലെയും സന്ദേശം ഇതേ കാര്യം തന്നെയാണ്. ഞാനിത് പഴയ നിയമത്തിൽ നിന്ന് പറയുമ്പോൾ പുതിയ നിയമം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ സന്ദേശത്തിന് ഒരു കംപ്ലീറ്റ് സെൻസ് വരത്തില്ല. കാരണം വി മേ തിങ്ക് ദാറ്റ് അത് പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിൽ അങ്ങനെ അല്ലെന്ന് ചിന്തിക്കാം. ഈവൻ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഐ ക്യാൻ ഷോ സെവറൽ പോർഷൻസ് ഫ്രം ദ ബൈബിൾ which says the same thing. നമുക്കറിയാവുന്ന ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ കോട്ട് ചെയ്യാം. യേശു പറഞ്ഞൊരു കാര്യം, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാളും ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം. അവരിത് കേട്ട് ഞെട്ടിക്കാണും. നമുക്കറിയാത്ത ഭാഗമായതുകൊണ്ടാണ് ഞാൻ വാക്യം പറയുന്നില്ല. അവരിത് കേട്ട് ഞെട്ടിക്കാണും. അവര് കണ്ടത് എന്താണെന്നറിയാം? യഹൂദന്മാർ അന്ന് കണ്ടത് ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ, ഒരാൾ ധനവാന്മാരായി കഴിഞ്ഞാൽ ദൈവാനുഗ്രഹമാണെന്ന് അവർ കണ്ടോണ്ടിരുന്നത്. ഇഫ് യു ആർ റിച്ച് യു ആർ ബ്ലെസ്ഡ് ബൈ ഗോഡ്. അങ്ങനെ ഇരിക്കുന്ന അവരോട് യേശു പറയാ, ഈ സമ്പത്തെല്ലാം കൂടെ വർദ്ധിച്ചു കഴിഞ്ഞ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു ഗോ. നമുക്കറിയാവുന്ന മറ്റ് ചില വാക്യങ്ങൾ ഞാൻ പറയട്ടെ. 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല.
ഒരാളെ സേവിച്ചാൽ മറ്റവനെ പാകിക്കും, മറ്റവനെ സ്നേഹിച്ചാൽ മറ്റേയാളെ പാകിക്കും. അത് കമ്പയർ ചെയ്യുന്ന എന്തിനെ പറ്റിയെന്ന് അറിയാം? ദൈവത്തെ മാമോനെ, മണി ആൻഡ് ഗോഡ് യു കനോട്ട് സെർവ് ടുഗദർ ബിക്കോസ് മണി വിൽ ബിക്കം യുവർ മാസ്റ്റർ. ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുക, നോക്കിക്കേ. ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ്, അത് വായിച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 15 ഫോളോയിങ്, 15 മുതൽ താഴേക്കുള്ള വാക്യം വായിക്കുമ്പോൾ എല്ലാവരും ആ ഭാഗം ശ്രദ്ധിക്കുക. അത് വായിക്കുമ്പോൾ തന്നെ ആ മെസ്സേജ് ഇസ് കൺവേ. 15 ഫോളോയിങ്, 12-15 മുതലുള്ള വാക്യം ഒന്ന് വായിക്കണമേ. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനായിരിക്കുന്ന പറയുന്നത്. അവിടുത്തെ ആ കാര്യം ഇത്രയേ ഉള്ളൂ. വാട്ട് മണി ഡസ്, ഇറ്റ് ബ്രിങ്സ് എ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. പഴയ നിയമത്തിൽ അവർക്കുണ്ടായ സെയിം പ്രോബ്ലം തന്നെയാണ് യേശു ഇവിടെ പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ഇതെല്ലാം വിളവ് വർദ്ധിച്ചപ്പം കളപ്പുരകളെല്ലാം വർദ്ധിപ്പിച്ചിട്ട് താൻ തന്നോട് തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതിന് മുമ്പിലത്തെ ഒരു വാക്കുണ്ട്, എന്താ അറിയോ? ആശ്വസിക്ക. Comfort yourself because you have now wealth in your hand. Unknowingly, അറിയാതെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. It gives a sense of security and God calls that person as a fool. ഞാൻ അതാണ് മുമ്പേ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ധനവാൻ അപ്പൊ ആരാ? You are rich when you have detached. ഈ ധനത്തോട്, ഈ ലോകത്തിലെ നന്മകളോടുള്ള, ഈ ലോകത്തിൽ ലഭിച്ച സാമ്പത്തികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളോടും ഉള്ള ആശ്രയത്തെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് സുരക്ഷിതർ. ഇറ്റ് ഈസ് നോട്ട്, ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ പാടായിരിക്കും, പക്ഷെ ദാറ്റ് ഈസ് വാട്ട് ബൈബിൾ സേസ്. ബൈബിള് പറയുന്നത് ഇവിടത്തെ കാര്യങ്ങളെല്ലാം റെഡിയായി, അതിൽ ഞാൻ ആശ്വസിക്കുകയല്ല. ഇതൊന്നും റെഡി ആകാതിരിക്കുമ്പോഴും ഇവിടെ ഒന്നുമില്ലെങ്കിലും ഐ ട്രസ്റ്റ് ഇൻ മൈ ഗോഡ്. ദാറ്റ് ഈസ് വാട്ട് ബൈബിൾ സേസ്. വേറെയും പല വാക്യങ്ങളുണ്ട്, ഞാൻ വാക്യങ്ങൾ ഇനി അധികം വായിക്കുന്നില്ലെങ്കിലും ഒരു വാക്യം നമുക്കറിയാവുന്ന എങ്ങനെയാണ്, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നു. മറ്റേ ഉപമയായത് വിതയ്ക്കുന്നവന്റെ ഉപമയിലെ ഒരു ഭാഗത്തിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വചനം എന്താ? ഫലം പുറപ്പെടുവിക്കാത്ത. സെയിം തിങ് ഇൻ ആമോസ്. ആമോസിൽ പറഞ്ഞതേ കാര്യം തന്നെയാണ്. വചനം കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കാരണം ധനം വർദ്ധിച്ചു. യേശു ഇത് തന്നെയാണ് പറയുന്നത്. ധനത്തിന്റെ വഞ്ചന കാരണം വചനത്തെ ഞെരുക്കും. ധനം വർദ്ധിക്കുമ്പോൾ എന്തോ ഞെരുങ്ങും, വചനം ഞെരുങ്ങും. വി തിങ്ക് ദാറ്റ് വി ഡോണ്ട് നീഡ് ഗോഡ്സ് വേർഡ് അറ്റ് ഓൾ. അങ്ങനെ ഒരു ചിന്ത കടന്നു വരാൻ സാധ്യത. ഞാൻ ഇത് പറയുമ്പോൾ കൺക്ലൂഡ് ചെയ്യും. ഞാൻ ഒരു കാര്യം, ഇതിന്റെ ഒരു മറ്റ് സൈഡും ഉണ്ട്. ദർ ഇസ് എ ബാലൻസ്. സം ഓഫ് us are rich. ദൈവം നമുക്ക് നന്മകൾ തന്നു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കാത്ത പോലെ നന്മകൾ കർത്താവ് തന്നു, നമ്മുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ our attitude should be that these are God's blessing. ഇത് ദൈവം തന്ന ദാനമാണ്. ഇതിന്റെ ഫെയ്ത്ത്ഫുൾ സ്റ്റീവേർഡ്സ് ആയിട്ട്, ഇതിന്റെ വിശ്വസ്ത കാര്യവിചാരകന്മാരായി ഇരിപ്പാൻ അത്രേ കർത്താവ് നന്മകളെ നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലുള്ളതൊക്കെയും ആരുടേതാ? യഹോവയുടേതാണ്. If the Lord has given you wealth, if he has given you possessions, that is just for you to manage well for the glory of God. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാ കർത്താവ് തന്നിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ വീടും പണവും സമ്പത്തുള്ളതല്ല തെറ്റ്, അതിൽ ആശ്രയം അർപ്പിക്കുന്ന തെറ്റ്. കർത്താവ് ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് നമുക്ക് കൃപ.
ഞാൻ എന്റെ സന്ദേശത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കും. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പല കാര്യങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയാം. നിങ്ങൾ 5:18 മുതൽ 6-ാം അധ്യായത്തിന്റെ അവസാനം വരെ ഭാഗം നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിക്കണം. കർത്താവിന് ഇന്ന് വളരെ ശക്തമായി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഇന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇതൊരു ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസമാണല്ലോ. നിങ്ങൾ ആഗ്രഹിച്ച സന്ദേശം എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ let us evaluate our hearts. The Lord wants to talk to you, talk to me today through this verse. അറിയാതെ നമ്മുടെ ഉള്ളിൽ പണത്തോടുള്ള ആഗ്രഹം വർദ്ധിച്ച് ലോകത്തിൽ ആൾക്കാർ എന്നെ ഓണർ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ധനം വേണം, കുറച്ചും കൂടെ ആളാവണം എന്നൊക്കെ ചിന്ത അറിയാതൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. We must cut it, put that desire to death. Truly rich are the ones who have Jesus as their most valuable treasure. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം എന്റെ സമ്പത്ത്. അങ്ങനെയുള്ള പാട്ടുകളൊന്നും നമ്മളിപ്പോ അധികം പാടാറില്ല. കാരണം നമുക്ക് വേറെ ഇപ്പൊ പല സമ്പത്ത്. യേശു മാത്രമാണ് എന്റെ സമ്പത്ത്. സമ്പത്ത് ഒത്തിരി ആയാലും the attitude of a Christian is that Jesus, you are my greatest treasure. ഞാൻ മറ്റൊരു പാട്ട്, എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ അധികം പാടുന്ന കേട്ടില്ല. ഒരു പാട്ടിന്റെ ലിറിക്സ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവമനുഷ്യൻ എഴുതിയ ഒരു പാട്ട് ഇങ്ങനെയാണ്: സമ്പത്തെന്നെ നിന്നിൽ നിന്ന് അകറ്റിയിടുമെങ്കിൽ സമ്പത്തൊന്നും വേണ്ട എനിക്ക്. ആ പാട്ട് നിങ്ങൾക്ക് അറിയോ? സമ്പത്ത് എന്നെ നിന്നിൽ നിന്ന് അകറ്റുമെങ്കിൽ എനിക്ക് സമ്പത്ത് വേണ്ട. അടുത്ത വരി എന്നറിയോ? മാനം എന്നെ നിന്നിൽ നിന്ന് അകറ്റിയിടുമെങ്കിൽ എനിക്ക് മാനം ഒന്നും വേണ്ട. നമുക്ക് അത്രയൊന്നും സമർപ്പണമായിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ പാടാൻ പറ്റുമോ? പാട്ടുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ലോർഡ് യു നോ വെദർ വെൽത്ത് വിൽ ടേക്ക് മീ അവേ ഫ്രം യു. അത് അങ്ങനെ ആണെങ്കിൽ ഡോണ്ട് ഗിവ് മീ മച്ച്. എനിക്ക് ഒത്തിരി തരണ്ട. കാരണം അറിയാതെ എന്റെ ഹൃദയം അങ്ങ് വാൻഡർ ചെയ്ത പോലെ. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ടല്ലോ, എന്താ, പ്രോൺ ടു വാൻഡർ ലോർഡ് ഐ ഫീൽ ഇറ്റ്, ബൈൻഡ് വിത്ത് യുവർ കോഡ്സ്. എന്റെ ഹൃദയം ഇങ്ങനെ പാറി പടർന്ന് മറ്റു പലതിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ടൈ മീ, എന്റെ ഹൃദയത്തെ ഒന്ന് ബന്ധിപ്പിക്കണേ, അങ്ങയോട് ചേർത്ത് എന്നെ ഒന്ന് ബന്ധിപ്പിക്കണമേ എന്നുള്ള ഒരു ആഗ്രഹം. ഞാൻ പ്രധാനമായിട്ട് ഇന്ന ദിവസം നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ച ഭാഗത്തിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞാൽ, സംടൈംസ് നമ്മൾ ഇങ്ങനെയുള്ള ദൈവവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, we may think it is not for us. Is it relevant for me? എനിക്ക് ഇതിനകത്തിൽ എന്താന്നൊക്കെ ചിലപ്പോൾ തോന്നാം. ആ ജനത്തിന് അങ്ങനെ തോന്നി. ബിക്കോസ് വി ആർ ഡൂയിങ് സർട്ടൻ തിങ്സ്. പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, പ്രസംഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കൂട്ടായ്മയുടെ ഭാഗമായത്, ഞാൻ മീറ്റിംഗിൽ കയറിയത് കൊണ്ട് അതിലൊരു സംതൃപ്തി അണയുന്ന അനുഭവം. That is what I said. Our spirituality can become an hindrance to the true spirituality. And true spirituality is when God speaks to you through God's word and we respond in obedience and submission. രണ്ടാമതായിട്ട് ഇന്ന് നമ്മൾ നോക്കിയത് ഭൗതികമായ നന്മകൾ, അനുഗ്രഹങ്ങളോടുള്ള നമ്മുടെ മനോഭാവം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രിയ ദൈവമക്കൾ, നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ കാണും. ടഫ് ട്രയൽസിൽ കൂടെ കടന്നു പോയിട്ടാണ്, വലിയ അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയതൊക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ബട്ട് നൗ തിങ്സ് ഹാവ് ചേഞ്ച്. ഗോഡ് ഹാസ് ഗിവൺ us what we need. ഞാൻ സാധാരണ ഇത് ഇവിടെയൊക്കെ പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇടയിൽ ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ, എനിക്കതിൽ അവിടെ എങ്ങനെയാണ്, ഇവിടെ ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഈ കോവിഡിന് ശേഷം ഫ്ലിപ്കാർട്ട്, ഇങ്ങനെ പല എന്താ ആപ്പുകൾ ഇവിടെ നാട്ടിലുണ്ട്. അവിടെയും ഇതേപോലത്തെ പലത് കാണും. സോ ഇതിന്റെയൊക്കെ പ്രയോഗം വന്നു, നമ്മൾ വീട്ടിലിരിക്കുന്നു, നമ്മൾ ഫോൺ ഒന്ന് സ്ക്രോൾ ചെയ്യുന്നു, കണ്ടപ്പോ ഒന്ന് ഇഷ്ടം തോന്നി, ആൾ അപ്പൊ തന്നെ ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം വീട്ടിൽ വന്നു. ബട്ട് there were days before, ഒരു കാര്യം വാങ്ങണമെങ്കിൽ we used to think 10 times, ഇത് വേണോ, ഇത് വാങ്ങണോ, ഇത് വാങ്ങാനുള്ള പണം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ പണം സേവ് ചെയ്ത് പിന്നെ അത് വാങ്ങുന്ന അങ്ങനെ ഡിഫിക്കൽട്ട് ഡേയ്സ് ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ ഇഷ്ടം തോന്നിയ ഓർഡർ ചെയ്ത് വീട്ടിൽ വരത്തക്കവണ്ണം എല്ലാം ആയി. Sometimes what will happen is, because we have so much of money, we have so much of possession, we may find a security in that. അറിയാതെ നമ്മുടെ ആശ്രയം അതിലേക്ക് പോകും ദൈവത്തിൽ നിന്ന്. നമുക്കിന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, എന്റെ ഹൃദയത്തെ അവിടുന്ന് അറിയുന്നല്ലോ, എന്റെ ഹൃദയം അങ്ങയിൽ നിന്ന്
ധനത്തിലേക്ക്, സമ്പത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ലോർഡ് ബ്രിങ് മീ ബാക്ക്. അത് നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിലോ, അത് വലിയ ജോലിയും വലിയ സ്ഥാനമൊക്കെ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തെ പണം പിടിച്ചോണ്ട് പോകുവാൻ, ലോകം പിടിച്ചോണ്ട് പോകാൻ അനുവദിക്കാതെ ക്രിസ്തു ആയിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ പൊസഷൻ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? True riches. Are you truly rich? You are truly rich when Christ is your greatest treasure. എന്റെ ഏറ്റവും വലിയ സമ്പത്ത് കർത്താവാകുമ്പോൾ, എനിക്കിവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്രിസ്തുവാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത്. എനിക്ക് കർത്താവ് ധനം തന്നാൽ, എനിക്ക് കർത്താവ് സമ്പത്ത് തന്നാൽ, that is also for him. ആ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. ആ ജനത്തിന് പറ്റിയ വീഴ്ചയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, when they heard the words of the prophet, they said it is not for us. ഞങ്ങൾക്കല്ല. കാരണം we have everything. We are doing everything right. പ്രവാചകൻ ഓരോന്നോരോന്നായിട്ട് പറയാ, നിങ്ങളുടെ വലിയ വീട് പോവും, നിങ്ങളുടെ അത് ഓരോന്നോരോന്നായിട്ട് പറയാ, God will raise a nation and it will be destroyed. Meaning, നമ്മൾ കർത്താവിനെ അല്ലാതെ ഈ ലോകത്തിൽ എന്തിൽ ആശ്രയിച്ചാലും അത് ശൂന്യമായിട്ട്, അത് തകർന്നു പോകുമെന്നുള്ള ഒരു വാർണിംഗ് ആ ടെക്സ്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മളെ തന്നെ ഇന്ന് ദൈവകരങ്ങളിൽ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ദൈവത്തിൽ നിന്ന് നമ്മുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ലോകത്തിന്റെ, ധനത്തിന്റെ വഞ്ചന, പ്രലോഭനങ്ങളിലേക്ക് പോകാതെ ദൈവത്തെ ട്രഷർ ചെയ്യാൻ, ആസ് ദ ഗ്രേറ്റസ്റ്റ് പൊസഷൻ ആയിട്ട് ക്രിസ്തുവിനെ കാണുവാൻ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്ന. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.